ഇന്നലെ, അതായത് 2024 ജൂലൈ 5-ന് അന്തരിച്ച കണ്ണൂരിലെ 5-ാം പീടിക സ്വദേശി റിട്ടയേർഡ് ലഫ്റ്റനന്റ് കേണൽ MK സുരേന്ദ്രൻ യൂറിൻ തെറാപ്പിയിലൂടെ മരണത്തെ ജീവിത വഴിയിൽ നിന്നും ഏറെക്കാലം മാറ്റി നിർത്തുന്നതിൽ വിജയിച്ച വ്യക്തിയാണ്. 5 മാസത്തിൽ കൂടുതൽ കാലം ഇനി ജീവിതമില്ല എന്ന് തന്നെ ചികിത്സിച്ച ഡോക്ടർമാരുടെ പ്രവചനത്തെ മറികടന്ന് യൂറിൻ തെറാപ്പി ജീവിതത്തിൽ പ്രയോഗിച്ചുകൊണ്ട് അദ്ദേഹം തുടർന്ന് 5 വർഷം കൂടി മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ജീവിച്ചു. തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചും യൂറിൻ തെറാപ്പി തൻ്റെ ജീവിതത്തിന് നൽകിയ നവോന്മേഷത്തെക്കുറിച്ചും സന്തോഷപൂർവ്വം അറിയിക്കുന്നതിനായി അദ്ദേഹം ഇടയ്ക്കിടെ വിളിക്കുകയും വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കുകയും ഉപദേശങ്ങൾ ആരായുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. യൂറിൻ തെറാപ്പിയോടൊപ്പം ആത്മധൈര്യവും പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ആയുസ് നീട്ടിയെടുത്തത്. ജീവിതമെന്ന തീക്കടൽ നീന്തിക്കടന്ന ഒരു യോദ്ധാവിൻ്റെ കഥ എന്ന പേരിൽ മാതൃഭൂമി വാരാന്ത പതിപ്പ് അദ്ദേഹത്തിൻ്റെ ജീവിത പോരാട്ടങ്ങളെക്കുറിച്ച് ഉള്ള ഒരു ലേഖനം നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജീവിതം എന്ന തീക്കടൽ എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ആത്മകഥ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചതിൻ്റെ ആദ്യ പ്രതി മരണക്കിടക്കയിൽ വെച്ച് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. മാതൃഭൂമി അധികൃതർ അദ്ദേഹത്തിനെ സന്ദർശിക്കുകയും ഈ പുസ്തകം അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു. ദശാബ്ദങ്ങൾക്ക് മുമ്പ് സിയാച്ചിനിൽ വെച്ച് പാകിസ്ഥാൻ വെടിയുണ്ട അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ തുളഞ്ഞു കയറിയിട്ടുണ്ട്. ചോരയിൽ കുതിർന്ന ബോധം പോയ അദ്ദേഹത്തെ അന്ന് ഇന്ത്യ അതിർത്തിയുടെ ഏറ്റവും ഉയരത്തിൽ നിന്ന് ടെൻറ്റ് ബാഗിലിട്ട് മണിക്കൂറുകളോളം വലിച്ചിഴച്ചാണ് താഴെ എത്തിച്ചത്. റിട്ടയർമെൻറ്റിന് ശേഷം കുറച്ചു കാലമായി അദ്ദേഹം ശ്വാസകോശ അർബുദം ബാധിച്ച് ചികിത്സയിലായിരുന്നു. പിടിച്ചു കെട്ടാൻ കഴിയാതെ പോയ ശത്രുവിനെ തന്നാലാവുവിധം ചെറുത്ത് തോൽപ്പിക്കാനുള്ള ഊർജവും വീര്യവും ആ സൈനികൻ തൻ്റെ രോഗത്തെ ചെറുക്കുന്നതിലും പ്രദർശിപ്പിച്ചിരുന്നു. തളർന്നുകൊണ്ടിരുന്ന തനിക്ക് കിട്ടിയ നിശിതമായ ആയുധമാണ് യൂറിൻ തെറാപ്പി എന്ന് ലഫ്റ്റനന്റ് കേണൽ സുരേന്ദ്രൻ പറയാറുണ്ടായിരുന്നു. റിട്ടയേർഡ് ലഫ്റ്റനന്റ് കേണൽ MK സുരേന്ദ്രന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ കേരളയുടെ പ്രതിനിധികളായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സുധീഷ്, സംസ്ഥാന സമിതി അംഗങ്ങളായ ലില്ലി ജെയിംസ്, ജയരാജൻ എന്നിവർ സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ റീത്ത് സമർപ്പിക്കുകയും ചെയ്തു. അന്തരിച്ച കേണലിന് യൂറിൻ തെറാപ്പി കുടുംബത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.